നമസ്കാരം. വില്ലത്തരത്തിന്റെയും ചിരിയുടെയും വ്യത്യസ്ത അനുഭവങ്ങൾ സമ്മാനിച്ച നടൻ പറവൂർ ഭരതന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ഡെമോക്രസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാഭ്യാസ മന്ത്രി എന്നാൽ വിവാദങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ കേരളത്തിൽ അതൊരു കീഴ്വഴക്കമായി പോയി. അബ്ദുറബ്ബിനെ മാത്രം നോക്കിയാൽ മതി, തൊട്ടതും പിടിച്ചതും എല്ലാം വിവാദം. പരീക്ഷാ ഫലത്തിലെ കുഴപ്പങ്ങൾ മുതൽ പച്ചനിറത്തിലെ കുഴപ്പമില്ലായ്മ വരെ. റബ്ബ് മന്ത്രി ഇതിലെല്ലാം ദുഃഖിതനാണ്. മന്ത്രി കസേരയ്ക്ക് ഇനി ഒരു വർഷത്തോളം മാത്രം കാലാവധി ബാക്കിയുള്ളപ്പോൾ അബ്ദുറബ്ബ് ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ തൻ്റെ മേക്കിട്ട് കയറുന്നത് എന്ന്. അബ്ദുറബ്ബ് എന്ന് പറഞ്ഞ വ്യക്തിഹത്യ ചെയ്യണം എന്നുള്ള താല്പര്യം 4.5 വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുത്തൻ ഇരുത്തിയാൽ ഇരുന്ന് കൊടുക്കുന്ന ആളല്ല എൻ്റെ അങ്ങന്ന്. കഴിഞ്ഞ 3.5 വർഷവും ഇല്ലാതിരുന്ന ചില വിവാദങ്ങൾ ഈ അവസാന കഴിഞ്ഞ 2-3 മാസങ്ങളിലുണ്ടായി. വിവാദങ്ങൾ ശരിയായിരുന്നു, പക്ഷേ ആ വിവാദങ്ങളിൽ എത്രത്തോളം മന്ത്രിക്ക് പങ്കുണ്ട് എന്നുള്ളത് പലപ്പോഴും മറന്നുകൊണ്ടായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കാര്യത്തിൽ വാസ്തവത്തിൽ വളരെ മനസ്സിൽ വളരെ വേദനയും ഉണ്ടായിരുന്നു. എന്നെ സംശയിക്കരുത്. ഈ മീശി വെച്ചിനി കരയിലട കഴുതേ, വെള്ളം വീണ് ഇനി അത് വളരും. ഇനിയും മീശ വളർന്ന് ലീഗുകാർക്ക് ആകെ ഭീഷണിയാകാൻ കുഞ്ഞാലിക്കുട്ടി സമ്മതിക്കില്ല. എല്ലാ വിവാദങ്ങളും സഹിക്കാം. എന്നാൽ പച്ച നരകത്തിലേക്ക് തള്ളിവിട്ട ആ കളർ വിവാദം പക്ഷേ അബ്ദുറബ്ബിനെ ആകെ ഉലച്ചു കളഞ്ഞു. പ്രത്യേകിച്ച് ഒരു നിറത്തോടും അധിക താല്പര്യമില്ലാത്ത ഒരു മന്ത്രിയെ പ്രകൃതിയുടെ നിറമായ പച്ചയുടെ പേരിൽ ക്രൂശിച്ചവർ എന്തുത്തരം പറയും? പച്ചയുടെ പേരിൽ എത്രയെത്ര വിവാദങ്ങൾ. എല്ലാത്തിനും തുടക്കമിട്ടത് ആ പച്ച ബ്ലൗസാണ്. പച്ച ബ്ലൗസ് പിന്നെ വിവാദം വന്നത് എറണാകുളത്തുള്ള ഒരു SSAയുടെ ഒരു സ്റ്റേറ്റ് ലെവൽ പരിപാടി. അപ്പോൾ അവർ സ്വാഗത സംഘം കൂടി തീരുമാനിച്ചു നമുക്ക് 2 മന്ത്രിമാരൊക്കെ വരുന്നതിൽ ഫംഗ്ഷൻ വളരെ നന്നാക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഈ ഇതിലെ BRCയിലെ എല്ലാവരോടും സെറ്റും മുണ്ടും ധരിച്ച് വരാൻ പറയണം, സെറ്റും മുണ്ടും ധരിച്ച് വരാൻ പറയണം എന്ന് പറഞ്ഞു. അത് തീരുമാനിച്ചു. ഇവർ സെറ്റും മുണ്ടും ധരിച്ച് ഇവർ പിന്നെ സ്വീകരിക്കട്ടെ മന്ത്രിമാരെ എന്ന് തീരുമാനിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സണും മറ്റുള്ള ആളുകളെല്ലാം പിരിഞ്ഞു പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓഫീസിലെ ഉദ്യോഗസ്ഥൻ അവിടുത്തെ ഒരു DTP ഓപ്പറേറ്റർക്ക് നിർദ്ദേശം കൊടുത്തു, എല്ലാ ടീച്ചേഴ്സിനെയും മൊബൈലിൽ വിളിച്ച് പറയാൻ, എല്ലാവരും വന്ന് സെറ്റും മുണ്ടും ധരിച്ച് വരണം എന്ന് പറഞ്ഞു. ആ DTP ഓപ്പറേറ്റർ സ്വാഭാവികമായും ഒരു ഇടതുപക്ഷക്കാരിയായിരുന്നു. അവർ അവിടെ പച്ച ബ്ലൗസ് അവരെ വക ചേർത്തിയതാണ്. പച്ച ബ്ലൗസ് അതിൻ്റെ പിന്നെ അവിടുത്തെ മീറ്റിങ്ങിൽ പിന്നെ ചെയർപേഴ്സണോ ഈ ജില്ലാ ലെവൽ ഉദ്യോഗസ്ഥനോ പറഞ്ഞിട്ടില്ല, അവർ പച്ച ബ്ലൗസും ചേർത്ത്. അത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ തന്നെ ബ്രാഞ്ച് മിനിസ്റ്ററെയും വിളിച്ചു, ഈ ജില്ലാ ഓഫീസറെയും വിളിച്ചു. അയാൾ പറഞ്ഞു ഞാൻ അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടില്ലെന്ന്. അപ്പോൾ തന്നെ DTP ഓപ്പറേറ്റർ വിളിച്ചു. അപ്പോൾ DTP ഓപ്പറേറ്റർ ചാനലിനെ വിളിച്ചു. അപ്പോൾ പച്ച /സ്റ്റോപ്പായി. പച്ചയുടെ പ്രസന്നതയൊന്നും മനസ്സിലാകാത്ത ചിലർ, ആ നിറം മുസ്ലിം ലീഗിന്റെ പേരിലാക്കാൻ ശ്രമിച്ച കുട്ടി സഖാക്കൾ. എന്തായാലും ഭാവിയിൽ ഇവരെല്ലാം ഉത്തരം പറയേണ്ടി വരും. പച്ച ബ്ലൗസിൽ നിന്ന് റബ്ബിനെ നരകം തീർത്തത് ഒരു പച്ചക്കോട്ടായിരുന്നു. പച്ചക്കോട്ടാണ്. പച്ചക്കോട്ട് വന്നത് അരീക്കോടുള്ളൊരു സ്കൂളിൻ്റെ കാര്യത്തിലാണ്. അവിടെ ആ സ്കൂളിലെ ഹയർ സെക്കൻഡറിയിലെ ടീച്ചർമാരെ നിയമിക്കുമ്പോൾ തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റ് കൊടുക്കുന്ന ഒരു കണ്ടീഷനുണ്ട്. സാരി ധരിച്ച് വരുന്ന ടീച്ചേഴ്സ് അതിൻ്റെ മേലെ ഒരു ഓവർകോട്ട് കൂടെ ഇടണം. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ സാരിയും ബ്ലൗസും ഇട്ട് വരുമ്പോൾ ഒരു നമ്മൾ +2, +1, +2 പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിലാണ് ടീച്ചർമാർ നിൽക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഒരു വല്ലാതൊരു എക്സ്പോഷർ വേണ്ട എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടിടാൻ വേണ്ടി പറഞ്ഞതാണ്. അത് സമ്മതിച്ചുകൊണ്ട് ഒപ്പിട്ടിട്ടാണ് ടീച്ചേഴ്സിനെയൊക്കെ നിയമിക്കുന്നത്. അത് പച്ചയുമല്ല, അങ്ങനെ ഏതെങ്കിലും ഭൂതക്കണ്ണാടി വെച്ചാൽ ചിലപ്പോൾ എവിടെയെങ്കിലും പച്ച കളറാണ്. എനിക്ക് ആ കോട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്നിരുന്നവർ. അപ്പോൾ പച്ചയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അത് പച്ചക്കോട്ട് എന്ന് പറഞ്ഞിട്ട് അതിന് വിവാദമുണ്ടായി.
പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട്. അതാണ് പച്ച കോട്ടുമായി വന്ന പ്രശ്നം. അതാണ് പച്ചക്കോട്ടിന്റെ കഥ കഴിഞ്ഞപ്പോൾ സമാധാനമായി എന്ന് റബ്ബ് കരുതി. എന്നിട്ട് എന്തുണ്ടായി? അതാ വരുന്നു മറ്റൊരു പച്ച ബോർഡ്. ചോക്കും ഡസ്റ്ററും മുദ്രാവാക്യങ്ങളും എല്ലാം ചേർന്ന് മറ്റൊരു പച്ച നരകം. പിന്നെ വന്ന പച്ച ബോർഡാണ്. പച്ച ബോർഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ബോർഡാണ്. പച്ചയും നീലയും വെള്ളയൊക്കെ നമ്മളെ കേരളത്തിൽ തന്നെ എത്രയോ സ്ഥാപനങ്ങൾ NIT അടക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളടക്കമുള്ള CBSE സ്കൂളുകളടക്കമുള്ള പല സ്ഥലത്തും പച്ച ബോർഡുകളുണ്ട്. ആരും നമ്മൾ പറഞ്ഞിട്ട് വെച്ചതല്ല. ഗവൺമെൻറ് ഇതുവരെ പച്ച ബോർഡ് വെക്കണമെന്നുള്ള ഇൻസ്ട്രക്ഷൻ ആർക്കും കൊടുത്തിട്ടുമില്ല. കഷ്ടകാലത്തിന് എൻ്റെ നിയോജക മണ്ഡലത്തിൽ 6 ക്ലാസ് റൂം ഉണ്ടാക്കിയിരുന്നു. അവിടെ പച്ച ബോർഡാണ് വെച്ചത്. ഞാൻ തന്നെ കണ്ടിട്ടില്ല. ഞാൻ ഉദ്ഘാടനത്തിൻ്റെ കല്ലിന് എനിക്ക് പോന്നു. അത് കറുപ്പായിരുന്നു, പച്ചയല്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പിറ്റേന്ന് ഏഷ്യാനെറ്റിൻ്റെ ന്യൂസ് മന്ത്രിൻ്റെ മണ്ഡലത്തിൽ പച്ച ബോർഡാക്കി. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അപ്പോൾ അന്ന് വൈകുന്നേരം കോഴിക്കോട് നിയോജക മണ്ഡലത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പ്രദീപ് കുമാറിൻ്റെ മണ്ഡലത്തിൽ. അപ്പോൾ അവനും രാവിലെ പേപ്പറിൽ ഇത് വായിച്ചത് അദ്ദേഹം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു അവിടെ പരിപാടി പോളിടെക്നിക്കിലെ പരിപാടി നടക്കുമ്പോൾ കണ്ടമാനം മീഡിയ പുറത്തുണ്ട്. ഞാൻ ചോദിച്ചാൽ ഇന്നെന്താ വിശേഷം? ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വിശേഷം ഇന്ന് രാവിലെ പത്രത്തിൽ ഇങ്ങനെ വന്നിട്ടുള്ളതായിരിക്കും. ഞാൻ വെച്ചല്ലോ. ഞാനിപ്പോൾ പൊളിച്ച് 2ാമത് പഠിച്ച സ്കൂളിൽ മുഴുവൻ ഞാൻ പച്ച ബോർഡാണ് വെച്ചിരിക്കുന്നത്. നടക്കാവ് നമ്മൾ അന്താരാഷ്ട്ര ലെവലിലാക്കിയ സ്കൂളിൽ മുഴുവൻ ഞാൻ പച്ച ബോർഡാണ് വെച്ചത്. പുള്ളിനെ മണ്ടല്ല. അപ്പം ഇതിന് ഞാൻ മറുപടി പറഞ്ഞോളൂ, ഞങ്ങളെ പറയേണ്ടതാണ് പ്രദീപ് കുമാർ എന്നോട്. അങ്ങനെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും ഇറങ്ങി. ഇവർ ചോദിച്ചു പച്ച ബോർഡ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ മീഡിയ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. പക്ഷെ ഞാൻ വെക്കുന്നതിന് മുമ്പ് പ്രദീപ് കുമാർ വെച്ചതിന് ബാക്കി പ്രദീപ് കുമാർ പറയുന്നു. ഈ നരകത്തിൽ നിന്നൊന്ന് കരകേറ്റ് ശംഭോ ശംഭോ ശംഭോ. അതാണ് പച്ച ബോർഡിൻ്റെ സ്ഥിതി. പച്ച നരകം എന്നത് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് അബ്ദുറബിന് തന്നെ ബോധ്യമായത് അങ്ങനെയാണ്. ഇപ്പോൾ എവിടെയെങ്കിലും പച്ച നിറം കാണുമ്പോൾ മന്ത്രിക്ക് പേടിയാണ്. യഥാർത്ഥത്തിൽ മന്ത്രിക്ക് പച്ച നിറം ഇഷ്ടമാണോ? മന്ത്രിയുടെ ഇഷ്ടനിറം ഏതാണ്? അല്ല, എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ്. അത് എന്നെ കണ്ടാൽ തന്നെ അറിയാലോ. ഞാൻ ധരിക്കാത്ത ഒരു കളർ ഡ്രസ്സും ഇല്ല. ഞാൻ വെള്ളയും ധരിക്കാറുണ്ട്, കറുപ്പും ധരിക്കാറുണ്ട്, ചുവപ്പും പച്ചയൊക്കെ ധരിക്കാറുണ്ട്. എല്ലാ കളറും എനിക്ക് ഇഷ്ടമാണ്. ഉള്ളിലുള്ളതെല്ലാം അതുപോലെ തുറന്നു പറയുന്ന ഈ മന്ത്രിയെയാണോ സഖാക്കളെല്ലാം ചേർന്ന് പച്ച പച്ച എന്ന് പറഞ്ഞ് ക്രൂശിച്ചത്? ഒരു പാവം പച്ച മനുഷ്യൻ. അവസാനം ആരോട് പറഞ്ഞു ഞാനൊരു പച്ച മനുഷ്യനാണ്. അപ്പൊ അതും പച്ചയായി പോയി. അല്ല, എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് നിറമൊന്നുമില്ല. എന്റെ പാർട്ടിയുടെ കൊടിയുടെ നിറമാണ്, അതാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ പച്ചനോട് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ നരകത്തിൽ നിന്നൊന്ന് കരകേറ്റ് ശംഭോ ശംഭോ ശംഭോ. പച്ച നരകത്തിൽ വിറപൂണ്ടു നിൽക്കുന്ന മന്ത്രിയുടെ ഈ പരിദേവനങ്ങളെ ചിരിച്ചു തള്ളുന്നതിന് മുമ്പ് പച്ചയുടെ പേരിലുണ്ടാക്കിയ വിവാദങ്ങളെക്കുറിച്ച് പ്രതിപക്ഷമെങ്കിലും ആത്മപരിശോധന നടത്തണം. കാരണം ലീഗ് മന്ത്രി പച്ച നിറവുമായി ബന്ധപ്പെടുമ്പോൾ അതിൽ വർഗീയത കാണുന്നതിന് പിന്നിൽ മറ്റെന്തോ ഒരു ഏങ്കോണിപ്പുണ്ട്. പച്ചയുടെ പേരിൽ വാളെടുക്കുന്നവർ ആത്മാവിലേക്ക് തിരിഞ്ഞു നോക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് സൗന്ദര്യ മത്സരം. സുന്ദരി കെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ കുപ്പിവളക്കടയ്ക്കുള്ളിൽ ചിപ്പിവളക്കുലക്കിടയിൽ